ആചാര്യന്മാരും മഹിമേ നയവാന്മാരും നിന്നഭിഷിക്തമുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്താവീതിൻ മൂലം ഈ ഇടവയുടെ പ്രധാന പെരുന്നാളിന്റെ സന്ധ്യയിൽ നാം ദൈവസഭയിൽ ആയിരിക്കുകയാണ്. പരിശുദ്ധ ഗീവർഗീസ് നേതാവിന്റെ മധ്യസ്ഥയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ ദൈവാലയത്തിന്റെ കല്ലിട്ട പെരുന്നാളാണ് ഇതിന്റെ പ്രധാന പെരുന്നാളായിട്ട് നമ്മൾ ആചരിക്കുന്നത്. പ്രത്യേകിച്ചത് മായൽക്ക പെരുന്നാളിനോട് ചേർന്ന് വരുന്നു എന്നുള്ളത് ഏറെ അനുഗ്രഹകരമായിട്ടുള്ള വസ്തുത കൂടിയാണ്. നമുക്കറിയാം, ദൈവാലയം എന്ന നിലയിൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം മനസ്സിലാക്കുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ആരാധനയ്ക്കായിട്ട് വിശ്വാസം ഒരുമിച്ച് കൂടുന്ന ഈ ദൈവാലയം; രണ്ടാമത്തേത്, വ്യക്തിപരമായി നാം ഓരോരുത്തരും. ഈ രണ്ട് കാര്യങ്ങളുടെയും വളർച്ചയുടെ പടവുകൾ പരിശോധിച്ചാൽ ഇതിന് രണ്ടിനും അടിസ്ഥാനപരമായ ഒരു കല്ലിടയിലുണ്ട്. ഭൗതിക തലത്തിൽ അതിന്റെ ഒരു പൂർത്തീകരണമുണ്ട്. ആത്മീയ തലത്തിൽ അതിന്റെ പരിപൂർണതയിലേക്കുള്ള അതിന്റെ ഒരു സമർപ്പണമുണ്ട്. ഈ ദേവാലയത്തിന് ഇതിന്റെ ഈ രൂപത്തിൽ വരുത്തുവാനായിട്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കല്ലിട്ട ദിവസത്തെയാണ് ഈ കല്ലിട്ട പെരുന്നാൾ എന്ന് സാധാരണയായിട്ട് പറയുന്നത്. എന്നാൽ അതിൽ തന്നെ ഒരു പൂർണ്ണതയല്ല എന്നുള്ളത് ഈ ദൈവാലയം പണിതു കഴിയുമ്പോൾ, ഒരുപക്ഷെ ഇതിനു മുമ്പുള്ള ദൈവാലയത്തിന്റെ കാര്യം തന്നെ ആയിരിക്കാം നമ്മുടെ ശ്രദ്ധയിലുള്ള ഈ കല്ലിട്ട പെരുന്നാൾ എന്ന് പറയുന്നത്. എന്നാൽ അന്ന് കല്ലിട്ട് ഒരുപക്ഷെ 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞിട്ട് ഈ ദൈവാലയം എന്ന് പറയുന്ന ഒരു കെട്ടിടം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം സഭയുടെ പിതാക്കന്മാർ വന്ന് തീവ്രമായ ആരാധനയുടെ മധ്യത്തിൽ നൂറനഭിഷേകം കൊണ്ട് ഈ ദൈവാലയത്തെ ദൈവം വസിക്കുന്ന ഇടമായിട്ട് മാറ്റുകയാണ്. നമ്മുടെ വ്യക്തി ജീവിതം പരിശോധിച്ചാലും നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമുക്കൊരു കല്ലിടയിലുണ്ട്. നമ്മൾ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്ന ഒരു ദിവസം, ഒരു മനുഷ്യന്റെ അടിസ്ഥാന എല്ലാ തലങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് 9 മാസം കഴിയുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ പുറത്തു വരുന്നു. അതാണ് ഈ ദേവാലയത്തിന്റെ കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു പൂർത്തീകരണത്തിന്റെ സമാപനം എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ വന്ന ഒരു ശിശുവിനെ മാമോദീസായിലൂടെ വിശുദ്ധ മൂറോൻ അഭിഷേകത്താൽ അത് പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് മാറ്റുകയാണ്. ഈ 2 ആലയങ്ങളെ സംബന്ധിച്ചിടത്തോളവും അടിസ്ഥാന കല്ലിടയില് അതിന്റെ ഭൗതികമായിട്ടൊരു പൂർത്തീകരണം, അതേസമയത്ത് മൂറോൻ അഭിഷേകം കൊണ്ട് ആത്മീയ തലത്തിൽ ദൈവാലയമായി മാറുന്ന അതിമനോഹരമായ ഒരു ചിത്രമുണ്ട്. എന്നാൽ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുദാശകളെയൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ക്രമാനുഗതമായ ഒരു വളർച്ചയാണ്. ഒരിക്കലും നമ്മുടെ വിവാഹകുദാശയെ കുറിച്ചോ ഏത് കുദാശയെ കുറിച്ച് പറയുന്നതും വിവാഹകുദാശ ഈ പുരോഹിത ആശീർവാദം പറയുന്നതുകൊണ്ട് അവസാനിക്കുന്ന ഒരു കുദാശയല്ല. ആ കുദാശയുടെ അർത്ഥതലങ്ങൾ ദമ്പതികളുടെ കുടുംബജീവിതം കൊണ്ട് കൂടുതൽ അർത്ഥപൂർണമാകുകയും ആ കുദാശയുടെ അനുഭവങ്ങൾ ലോകത്തിൽ വളരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കുദാശകളെ കുറിച്ചുള്ള ഒരു വിവക്ഷ. എല്ലാ കുദാശകളെ കുറിച്ചും അങ്ങനെയാണ്.
അങ്ങനെയെങ്കിൽ മൂറനഭിഷേകത്താൽ ദൈവാലയമായി മാറ്റപ്പെട്ട ഈ ദൈവാലയത്തെ സംബന്ധിച്ചും മൂറനഭിഷേകത്താൽ ദൈവാലയമായി മാറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളായിരിക്കുന്ന നമ്മുടെ ആലയങ്ങളെ സംബന്ധിച്ചും ഇവിടെ ക്രമാനുഗതമായ ഒരു വളർച്ച ഉണ്ട് എന്നുള്ളത് നന്നായി മനസ്സിലാക്കാനായിട്ട് നമുക്കിടയാകേണ്ടത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നീക്കോദിമോസിനോട് കർത്താവ് പറയുന്നത്, ജഡിക മാതാപിതാക്കന്മാർക്ക് ജനിച്ചാൽ അവർ ജഡികരാണ്, എന്നാൽ ദൈവരാജ്യത്തിന് ജനിക്കുമ്പോഴാണ് അവർക്ക് യഥാർത്ഥമായി ഭൂമിയിൽ വളരാനായിട്ട് കഴിയുന്നത് എന്നുള്ളത് കർത്താവ് പറഞ്ഞതിനെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ ആ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ ഇടവകയാകട്ടെ അതൊരു ദേശത്തിന് ദൈവാലയമായി, നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഓർത്തഡോക്സുകാരന് മാത്രമായിട്ട് ദൈവാലയമില്ല. ഈ ദേവാലയം എന്ന് പറയുന്നത് ഈ ദേശത്തിന്റെ പൊതു സ്വത്താണ്. ഈ ദേശത്തിന് ചില കാര്യങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്. ഒരു സഭയുടെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതോടും പറഞ്ഞതാണ്, ഒരു സഭയുടെ പൂർണ്ണകായ റെപ്രസെന്റേഷൻ ആണ് ഒരു ദേശത്തൊരു ദൈവാലയം എന്ന് പറയുന്നത്. അതായത് ഒരു ഭാരത സഭ ഭാരതത്തിന് പൊതുവായിട്ട് എന്ത് കൊടുക്കാൻ കടപ്പെട്ടിരിക്കുന്നുവോ അത് കുഴിമറ്റം പ്രദേശത്ത് ഈ ദേശത്തുള്ള സർവ്വജാതി മതസ്ഥർക്ക് നൽകാനായിട്ട് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഈ ഇടവക എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിനിയും എത്രയോ കൂടുതലായി ദൈവാലയം എന്ന അർത്ഥതലത്തിൽ വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് നൽകേണ്ട വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തുത, ഒരിക്കലും കല്ലടിയിൽ എന്ന് പറയുന്നത് അതൊരു വലിയ സംഭവത്തിന്റെ തുടക്കം മാത്രമാണ്. അത് അവിടെ മുതൽ വളരുകയാണ്, ക്രമാനുഗതമായി വളരുകയാണ്. ആ വളർച്ചയുടെ പടവുകൾ ബോധ്യത്തോടുകൂടെ നമ്മളതിൽ ഭാഗവാക്കാകുക എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടൊരു ദേശത്ത് നിൽക്കുന്ന ദൈവാലയത്തിന്റെയും അതുപോലെ തന്നെ ദൈവാലയമായി രൂപപ്പെട്ടിരിക്കുന്ന വിശ്വാസ മുഖത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്നുള്ളത് നന്നായി മനസ്സിലാക്കാനായിട്ട് നമുക്കിടയാകണം. ഗലാത്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമമുഖത്തിൽ പിന്നെ കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ജഡിക മാതാപിതാക്കന്മാർക്ക് ജനിച്ച് ലോകത്തോട് അനുഭവപ്പെട്ട ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വന്നെത്തി. സഹോദരന്മാരുടെ ജീവിതമൊക്കെ നമ്മൾ കാണുന്നത് അവിടെയാണ്. സഹോദരന്മാരെന്ന വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോ 2 തരത്തിലുള്ള സഹോദരന്മാരുണ്ട്. ഗിവർഗീയ സഹോദരനെ പോലെ സഭയുടെ ചരിത്രത്തിൽ ചുവന്ന സഹോദരന്മാരുണ്ട്. അവരാരെന്ന് ചോദിച്ചാൽ അവരുടെ കഴുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നൽകി രക്തമൊഴുകി രക്തത്തിൽ സ്നാനമേറ്റ് കുളിച്ചു നിൽക്കുന്ന ചുവന്ന സഹോദരന്മാർ. അതേസമയത്ത് വെളുത്ത സഹോദരന്മാരുണ്ട്. അവരാരെന്ന് ചോദിച്ചാൽ ഈ മറ്റേ ചുവന്ന സഹോദരന്മാരെ പോലെ അവരുടെ കഴുത്ത് നൽകി രക്തം ചിന്തി അതിൽ മുങ്ങുന്നില്ലെങ്കിലും ഒരായുഷ്കാലം മുഴുവൻ ഒരു സഹതായിക്ക് നേരുന്ന ജീവിതത്തിന്റെ കൃഷ്ണതകൾ ഏറ്റുകൊണ്ട് ഈ ലോകത്തിൽ വിലയം പ്രാപിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മിൽ അനേകം പേർക്ക് ദൈവം വെച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സഹതാമരണമാകും. ഏത് സഹതായായിരുന്നാലും ക്രിസ്തുവിൽ പ്രാപിച്ച സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ഉത്തമ ബോധ്യമാണ് അവരെ നയിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് കഴിയണം. നമുക്കിവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ജീവിതയാത്രയിൽ നമ്മുടെ കഴിഞ്ഞ തലമുറയേക്കാൾ ഏറെ മുമ്പിലാണ് നമ്മൾ. ഭൗതികമായ വളർച്ചയിലും ബൗദ്ധികമായിട്ടുള്ള വളർച്ചയിലും കായിക ശേഷിയിലും ബന്ധുബലത്തിലുമൊക്കെ നമ്മൾ വളരെ മുമ്പോട്ട് പോയി. നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെയും കുതിര കയറാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസം ഒട്ടും പിന്നിലല്ല. ആരാധന അർപ്പിക്കുന്ന പൗരോഹിത്യ ഗണവും അതുപോലെ തന്നെ വിശ്വാസമോ ഇക്കാര്യത്തിൽ ഒട്ടും പുറകിലല്ല. അപ്പൊ അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട വസ്തുത, എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം? ഇവിടെ ക്രിസ്തുവിന് വേണ്ടി അവന്റെ സ്വാതന്ത്ര്യം ഏറ്റെടുത്ത് സഹതായുടെ സ്വാതന്ത്ര്യം ദൈവരാജ്യത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളതായിരുന്നു. മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം സർവസൃഷ്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിലെ മരണത്തോടെ മനസ്സന്നം കാണിക്കുക എന്നുള്ളതായിരുന്നു. ഈ ക്രിസ്തുവിന്റെ ആലയമായി മാറ്റപ്പെട്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് കണ്ടെത്തുക എന്നുള്ളത് പരമപ്രധാനമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ശാക്തീകരണം എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. പുരുഷ ശാക്തീകരണമായിരുന്നാലും സ്ത്രീ ശാക്തീകരണമായിരുന്നാലും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഈ TV ചാനലിലെ ചർച്ച ഒക്കെ നോക്കാവുന്നതിൽ ഈ ശാക്തീകരണത്തിന്റെ പ്രധാന മാർഗം ആശു വേണം. 2 കാലിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി വേണം. സഭാകമ്പം മാറണം. അടുത്ത് നിൽക്കുന്നവനോട് തർക്കിക്കാനും തട്ടിക്കയറാനുമുള്ള പ്രാപ്തി ഉണ്ടാവണം. ഇങ്ങനെ പറയുന്ന കുറെ കാര്യങ്ങളാണ് ശാക്തീകരണത്തിന്റെ മുഖമുദ്രയായിട്ട് നമ്മൾ കാണുന്നത്. എവിടെയാണ് ക്രിസ്തുവിൽ ശാക്തീകരണം പ്രാപിക്കുന്ന ഒരു വിശ്വാസിയുടെ ഒരു തലമുറയ്ക്ക് മുഴുവനായി
ശക്തി പകർന്നുകൊടുത്ത് ജീവിക്കുവാനായി മാതൃകയുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു വിശ്വാസിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വിശ്വാസിയുടെ അടിസ്ഥാന ശാക്തീകരണം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ഞാൻ ഈ 2 ആഴ്ച മുമ്പ് 2-3 ആഴ്ച മുമ്പ് ടിവിയിൽ കണ്ട ഒരു സംഭവം ഞാൻ ചിലതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരു പക്ഷെ നിങ്ങളും ടിവിയിൽ കണ്ടതായിരിക്കാം. അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പെരുന്നാളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട മുഴുവൻ സന്ദേശം അതിനകത്തുണ്ട് എന്നാണ്. ഞാൻ വാസ്തവത്തിൽ വാർത്താ ചാനൽ നോക്കാൻ വേണ്ടി മാറ്റിയപ്പോ സഖി എന്ന് പറയുന്ന ഒരു ചാനൽ, സഖി എന്ന ചാനല് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉള്ളതാണെന്നാണ് പറയുന്നത്. അതിനകത്തൊരു സ്ത്രീയുടെ ഇന്റർവ്യൂ നടക്കുക. ഈ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാല് 17 വർഷം മുമ്പ് 5 കുട്ടികൾക്ക് ഒരു പ്രസവത്തിൽ ജന്മം കൊടുത്ത രമാദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഈ ഒരു സ്ത്രീയുടെ ജീവിത സാക്ഷ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്രൈസ്തവർ പല മടങ്ങ് മാറേണ്ടി വരും. ഞങ്ങൾ കുർബാന അർപ്പിക്കുന്ന പുരോഹിതന്മാരും കുർബാന അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹവും അനേകം മടങ്ങ് മാറിയെങ്കിൽ മാത്രമേ ഈ സ്ത്രീയുടെ 7 അയലോകത്ത് ചെല്ലാനായിട്ട് കഴിയുള്ളൂ എന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് കൊണ്ട് പറഞ്ഞത്, ഈ പാപികളും സ്നാനം വേണ്ടാത്തവരെന്നൊക്കെ പറയുന്നവര് നിങ്ങളെയൊക്കെ നമുക്ക് സ്വർഗത്തിൽ പോകുമെന്ന് പറയാനായിട്ടുള്ള കാരണം അതാ. ഈ സ്ത്രീയുടെ ചരിത്രം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ 5 കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തി എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സ്ത്രീ സ്വർഗത്തിൽ പോകുന്ന വിശ്വസിക്കുന്ന ഒരാളാണ്. സ്നാനം പറ്റില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, അതിന് മറുപടി പറയേണ്ടതിലുണ്ടെങ്കിലും ഈ സമയത്ത് പറയാനുള്ള സന്ദർഭവും അതിനുള്ള സമയമില്ലാത്തത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നത് പ്രിമച്വർ ആയിരുന്നു. 1 മാസം മുമ്പാണ് ഈ കുഞ്ഞുങ്ങളെ ഓപ്പറേഷൻ നടത്തി ഈ സ്ത്രീയുടെ ഉദരത്തിൽ നടന്നത്. പ്രിമച്വർ ആയതുകൊണ്ട് 2 മാസം ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നു. 2 മാസം കഴിഞ്ഞ് നേരെ പോകുന്നത് തന്റെ സ്വന്തം വീട്ടിലേക്കാണ്, ഭർത്തൃ വീട്ടിലേക്കല്ല. 4 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. 4 പെൺകുട്ടികൾ ജനിച്ചപ്പോ ഭർത്താവ് പറഞ്ഞു, എടി 4 പെൺകുട്ടികളെ ഒരുമിച്ച് വളർത്താനുള്ള വളരെ ശ്രമകരമാണ്, നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാം. ആ സ്ത്രീ പറഞ്ഞു നടക്കത്തില്ല, ഒരിക്കലും നടക്കില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ 2 മാസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് സ്വന്തം വീട്ടിലേക്ക് പോകുക. അമ്മ അവിടെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അമ്മയുണ്ട്, പക്ഷെ അമ്മയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ടായി, 5 കുഞ്ഞുങ്ങൾ കിടന്ന ഒരു ഉദരം ഡോക്ടർ തുന്നിക്കെട്ടി വിട്ടതാണ്. ഏത് സൈഡിലോട്ട് തിരിയുന്നു അങ്ങോട്ട് ഈ ഉദരം മറിയുകയാണ്. തന്റെ ശരീരം പൂർണ്ണമായി തളർന്നു പോകുമെന്ന് വിശ്വസിക്കേണ്ടി വന്ന അനേക സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. നമുക്ക് ഒരാളെ വളർത്താൻ പ്രയാസമുള്ളവരാണല്ലോ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ. അല്ലെ വീട്ടിൽ പ്രായമുള്ളവർക്ക് വെള്ളം എടുത്ത് കൊടുക്കാനായിട്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ശുശ്രൂഷകാര്യത്തിൽ നമുക്കുണ്ടല്ലോ. ഇവിടെ ഈ സ്ത്രീ പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ അമ്മ വീട്ടിലുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീ പറയുന്നില്ല. വീട്ടിലെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് 5 സ്ത്രീകളെയോ മറ്റോ ഓരോ സമയത്ത് കൊണ്ടു നിർത്തി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ 5 സ്ത്രീകളും പറഞ്ഞു, പല സമയത്തായിട്ടാണ് നിർത്തിയത്, ഞാൻ ഉറങ്ങണം, അതുകൊണ്ട് ഞങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു. എന്താ കാര്യം? പകലും രാവും ഇല്ലാതെ 5 റേഡിയോ ഒരുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയോ എന്ന സ്ത്രീ ഉപയോഗിച്ചില്ല. ഞങ്ങളുടെ നാട്ടിൽ തങ്കച്ചാനുണ്ട്, അവിടെ തൊട്ടടുത്തൊരു കച്ചവടം നടന്ന ആളാണ്. അദ്ദേഹത്തിന് ഇരട്ട പെൺകുട്ടികൾ പിറന്നപ്പോ ഒരു ദിവസം അദ്ദേഹം സൈക്കിളിൽ വരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, തങ്കച്ചായ കുഞ്ഞുങ്ങൾ എന്താ പറയുന്നത് ചോദിച്ചു. പറഞ്ഞു, എന്ത് പറയണ്ട, നല്ല 2 റേഡിയോകളില് പകലും രാത്രി ഒരുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ കയറിയതാണ് ഈ റേഡിയോ എന്നുള്ളൊരു സങ്കല്പം. ഈ 5 റേഡിയോ പകലും രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റത്തില്ല, ഞാൻ ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് അവരവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. നിങ്ങൾ ഓർക്കണം, 5 കുഞ്ഞുങ്ങൾ കിടന്ന ഉദരമുള്ള അത് സ്റ്റിച്ചിട്ടിരിക്കുന്ന ഒരു സ്ത്രീ 1 സെക്കൻഡ് വിശ്രമിക്കാൻ അവസരമില്ലാതെ കുഞ്ഞുങ്ങളെ വേറെ ആരെങ്കിലും നോക്കാൻ പകലും രാവും ഒരുപോലെ നോക്കുകയാണ്. 1.5 വർഷം കഴിഞ്ഞു ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുവന്നു. ഭർത്താവിന്റെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോ ഈ സ്ത്രീക്ക് ഹാർട്ടിന് പ്രോബ്ലം. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പേസ് മേക്കർ വെച്ചു. 15 വർഷത്തേക്ക് വാലിഡിറ്റിയുള്ള പേസ് മേക്കർ. ആ സ്ത്രീ പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങൾ 2 കാലിൽ നിൽക്കാൻ പ്രാപ്തിയാകുന്നവരെ അതിനുള്ളിലുള്ള സമയത്ത് ഞാൻ വിശ്രമിച്ചതാകെ ഈ പേസ് മേക്കർ വെക്കാൻ ഹോസ്പിറ്റലിൽ പോയ ഏതാനും ദിവസങ്ങൾ മാത്രം. തിരിച്ചു വന്നു, തന്റെ പണി വീണ്ടും ആരംഭിച്ചു. ആരും സഹായത്തിനില്ല. ഭർത്താവ് അധികാലത്തെ തന്റെ ഒരു കച്ചവടം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പാതിരാത്രിക്ക് വരികയുള്ളൂ. ഒരിക്കൽ പോലും ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കിയിട്ടില്ല. ആ സ്ത്രീ പറയുകയാണ്, എത്രയോ ആവർത്തി ഭർത്താവ് പറഞ്ഞു നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന്, പക്ഷെ ഞാൻ പിടിച്ചു നിന്നു. ഈ പേസ് മേക്കർ വെച്ചുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നോക്കി. 8ാം ക്ലാസ്സിൽ ഈ കുഞ്ഞുങ്ങൾ എത്തിയപ്പോ ഈ ഭർത്താവ് ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ഓർത്ത് നോക്കണം. അവിടുന്ന് ഈ കുഞ്ഞുങ്ങളെ വീണ്ടും ഈ സ്ത്രീ വളർത്തി. ഇപ്പൊ കുഞ്ഞുങ്ങള് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് മകൻ വീട്ടിൽ നിന്ന് പോയി വരാൻ ദൂരത്തിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. 2 പെൺകുട്ടികൾ എറണാകുളത്ത് അനസ്തേഷ്യ അതിന്റെ ഡിഗ്രി നൽകുന്ന കോഴ്സിന് വേണ്ടി ചേർന്നു. ഒരു പെൺകുട്ടി BBA ചേർന്നു, ഒരാൾ ഫാഷൻ ഡിസൈനിങ്ങിന് ചേർന്നു.
പെൺകുട്ടികൾ 4 പേരും തന്റെ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പോവുകയാണ്. 2 പെൺകുട്ടികളെ പിറ്റേ ദിവസം അവർ എറണാകുളം ചേർക്കാനായിട്ട് പോവുകയാണ്. ഈ ആങ്കർ ചെയ്യുന്ന സ്ത്രീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊരു മാതൃഹൃദയമുണ്ടല്ലോ, 17 വർഷം ഈ 5 കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച നിങ്ങളുടെ മാതൃഹൃദയം, അതിൽ 4 പെൺകുട്ടികളും ഹോസ്റ്റൽ വാസത്തിനായിട്ട് പോകുമ്പോൾ കേഴുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സ്ത്രീ പറഞ്ഞ വാക്കുകൾ തൊട്ടാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ആ സ്ത്രീ പറയുകയാണ്, എനിക്കൊരു മാതൃഹൃദയമുണ്ട്, പക്ഷെ ജീവിതത്തിന്റെ പ്രായോഗികത ഞാൻ നന്നായി മനസ്സിലാക്കിയ ആളാണ്. ജീവിതത്തിന്റെ പ്രായോഗികത നന്നായി മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എന്റെ 2 കരവലയങ്ങൾക്കുള്ളിൽ എന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് വെച്ചാൽ ഇനി ഒരിക്കലും അവർക്ക് അവരാകാൻ കഴിയില്ല. അതുകൊണ്ടൊരു പോകട്ടെ, ഞാൻ നന്നായി ജീവിതത്തിന്റെ പ്രായോഗിക മനസ്സിലാക്കി, ആരനുഭവിച്ചിട്ടുള്ളതിൽ കൂടുതൽ ജീവിതത്തിന്റെ വേദന മനസ്സിലാക്കി, ഈശ്വരനിലേക്ക് സൗരവുമായിരുന്നുകൊണ്ട് അവനിൽ ശക്തി ആർജിച്ചൊരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ എത്ര പേർക്കാണ് ജീവിതത്തിന്റെ വേദനകളുടെ മധ്യത്തിൽ ഇത് പറയാൻ കഴിയുന്നത്? നമ്മുടെ പ്രായത്തിന്റെ അളവനുസരിച്ച്, ഞങ്ങളുടെ പൗരോഹിത്യ പ്രായത്തിന്റെ അളവനുസരിച്ച് ഞങ്ങൾ ബലി അർപ്പിച്ചു. നിങ്ങളുടെ പ്രായത്തിന്റെ അളവനുസരിച്ച് നിങ്ങൾ ഈ ബലി അനുഭവിച്ചു. ഞാൻ എന്നോട് തന്നെയും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ജീവിതയാത്രയിൽ എനിക്ക് എന്റെ ദൈവം സമീപസ്ഥനായിരുന്നുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂലതകളെ ഞാൻ നന്നായി അതിജീവിക്കുവാൻ കഴിയുന്ന ആർജവത്വം എനിക്കുണ്ടായി. അതുകൊണ്ട് ദൈവം എന്നെ ശക്തീകരിച്ച് വഴി നടത്തുമെന്ന് പറയാൻ കഴിയുന്ന എത്ര ക്രൈസ്തവൻ ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് നന്നായി തിരിച്ചറിയേണ്ട ഒരു കാര്യമായി. പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് ആ സ്ത്രീ പറയുകയാണ്, എന്റെ കുഞ്ഞുങ്ങൾ പോകട്ടെ, അവർ പഠിക്കട്ടെ, അവർ എന്നിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും കണ്ടെത്തട്ടെ, അവരെ സഹായിക്കട്ടെ, ജീവിതത്തിൽ തങ്ങളുമായി ഇടപെടുന്നവരെ സഹായിക്കട്ടെ. ആ സ്ത്രീ എടുത്തു പറയുകയാണ്, കുഞ്ഞുങ്ങൾ 5 പേരും അടുത്ത് സ്റ്റെയർ കേസിൽ ഇരിപ്പുണ്ട്. ഈ സ്ത്രീ പറയുകയാണ്, ഞാൻ ഇത്രമാത്രം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുവെങ്കിലും എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും അവരെനിക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏത് ക്രൈസ്തവനാണ് ഇത്രയും കാലം കുർബാന അനുഭവിച്ച അർപ്പിച്ച ഏത് ക്രൈസ്തവനാണ് ഇത് പറയാൻ കഴിയുന്നത്? എന്നും കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ പ്രായമാകുമ്പോൾ തിരിച്ചു കിട്ടുമെന്നുള്ള ആഗ്രഹമാണല്ലോ നമ്മളെ അവരെ മുമ്പോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. തന്നെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ, കിട്ടി അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വൈദികനായിട്ട് 3 വർഷം ഒരു ഇടവയിൽ ഇരിക്കുമ്പോ മിനിമം 5 പേരെങ്കിലും വന്നിട്ട് പറയാം, എന്താണെന്നറിയാമോ അച്ഛാ, ഞങ്ങൾ എന്ത് സഹായിച്ചാന്നറിയാമോ? ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, ഇന്ന് അവർ തിരിഞ്ഞു നോക്കുന്നില്ല, ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴെന്ന് പറയും ധാരാളം പേരെ ജീവിതയാത്ര നിങ്ങൾ കണ്ടെത്താറുണ്ട്. ചില വളരെ ട്രസ്റ്റിമാര് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന് പഠിക്കാൻ ഞാനാ കാശ് കൊടുത്തത്. എന്തുവാ? കമ്മിറ്റി കൂടി തീരുമാനിച്ച് കാശ് കൊടുത്തായി പറഞ്ഞു, ഞാനാ കാശ് കൊടുത്താ പറയുന്നത്. അവനിപ്പോ വലിയ ആളായിട്ട് വന്നിട്ട് ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോ ഈ സ്ത്രീയെ നോക്കി പഠിക്കണം. എന്താണ്? ആ സ്ത്രീ സ്വന്തം മക്കളെ കുറിച്ച് പറയുകയാണ്, സ്വന്തം മക്കൾക്കാകട്ടെ അന്യർക്കാകട്ടെ ജീവിതയാത്രയിൽ എന്തെങ്കിലും കൈത്താങ്ങൽ കൊടുത്തിട്ട് നാളെ എന്തെങ്കിലും അവരിൽ പ്രതീക്ഷിക്കാനായിട്ട് പാടില്ല. ഇവരിൽ വല്ലതും ഉണ്ടായിട്ടല്ല, അവർക്ക് ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ശാക്തീകരണം അവരുടെ ഈശ്വരനാണ്. അവർ അനേക പ്രാവശ്യം എടുത്ത് പറഞ്ഞു, ഇന്നും എന്റെ ഈശ്വരൻ എനിക്ക് പേര് രമാദേവി എന്നാണ് ഓർത്തോണം, അന്നമ്മയും സാറാമയൊന്നും അല്ല, ഇക്കാര്യം ഓർത്തോണം. ചാക്കോച്ചനും തോമസും ഒന്നും അല്ല, അവരുടെ പേര് രമാദേവി എന്നാണ്. നമ്മുടെ ഒക്കെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷ്യമാണ് അവര്. ജീവിതയാത്രയിൽ ഈശ്വര സാന്നിധ്യം കൊണ്ട് സ്വയം ശക്തീകരിക്കപ്പെട്ട് ദൈവം മുമ്പാകെ നന്നായി ജീവിച്ച് തന്റെ ജീവിതത്തിൽ തനിക്കുണ്ടാകുന്ന വലിയ പ്രതികൂലതകളെ അതിജീവിച്ച സഹതാതുല്യമായ ഒരു ജീവിതം നയിച്ച ഒരു സ്ത്രീ. നമ്മൾ എത്ര പേർക്ക് ഈ ധൈര്യം ദൈവത്തിൽ ഉണ്ട് എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ആക്കടക്കം പെരുന്നാൾ ആഘോഷിക്കുക, ദിവസവും എല്ലാ ഞായറാഴ്ചയും കുർബാന അനുഭവിക്കുക. എവിടെയാണ് നമ്മുടെ ഓരോ കുർബാന അനുഭവത്തിലും നമ്മൾ കൂടുതൽ ശക്തിമത്താകുന്നുവോ, ശക്തി ചോർന്നു പോകുന്നുവോ? ഇതാണ് പ്രധാന കാര്യം. നമ്മുടെ ശക്തി കൂടുകയാണോ, ശക്തി ചോർന്നു പോവുകയാണോ? ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ലോകത്തെ നോക്കി ക്രൈസ്തവനെ നോക്കി പഠിക്കണമെന്ന് പറയുന്ന ഒരു കാലം മാറിയിട്ട് ലോകത്തെ നോക്കി ക്രൈസ്തവൻ പഠിക്കേണ്ട കാലം വന്നെത്തിയിരിക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടത് അനിവാര്യമല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, എത്ര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നാലും, എത്ര ധനാഗമന മാർഗം ഉണ്ടായിരുന്നാലും, എത്ര കായിക ശേഷി ഉണ്ടായിരുന്നാലും, എത്ര വലിയ കുടുംബയോഗത്തിലെ അംഗമായിരുന്നാലും, ഞാൻ അത് പറയുന്നു, ജീവിതത്തിന്റെ ശാക്തീകരണം ഇതൊന്നുമല്ല. ഈശ്വരൻ ജീവിതത്തിൽ സങ്കടമാണെങ്കിൽ ഏത് പ്രതികൂലതയും അതിജീവിക്കുവാനുള്ള ആർജവം ഉണ്ടാവും. അതാണ് ഒരു ദൈവാലയത്തിന്റെ നിലനിൽപ്പിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് സാക്ഷ്യമായി മാറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗീവർഗീസ് നമ്മുടെ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ജീവിതത്തിൽ മറ്റെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി സഹതാപനം പ്രാപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്റെ ശാക്തീകരണം എന്ന് പറയുന്നത് ഇത് മാത്രമാണെന്ന് മനസ്സിലാക്കി നമുക്ക് ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട്
ദൈവം തമ്മിൽ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവൻ ഈ നൽകുന്ന ദൈവകൃപയുടെ ശാക്തീകരണത്തിൽ ശരിയായ നിലയിൽ ഈ ജീവിതത്തിൽ ദൈവത്തിന് സമീപസ്ഥമാകുക എന്നുള്ളത്. നമ്മൾ അനുദിനം നമ്മുടെ ജീവിതത്തിന്റെ ദർശനത്തിൽ അകന്നു പോകുകയാണ് ദൈവത്തിന്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? വി ആർ എക്സ്പെക്ടഡ് ടു ബി അവൈലബിൾ ടു അവർ ഗോഡ്. അവർ പേരൻസ്, നമ്മുടെ മാതാപിതാക്കന്മാർക്കും ദൈവത്തിന് മുമ്പേ സമീപസ്ഥരാകുക എന്നുള്ളതാണ് നമ്മിൽ പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സംഭവം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം പുറമറ്റം സെന്റ് മേരീസ് പള്ളിയിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചു. കിഡ്നി പ്രോബ്ലം ആയിരുന്നു. 51 വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ. അവരുടെ ഭർത്താവ് മോഹനൻ 5 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ്. മോഹനൻ മരിക്കുമ്പോൾ ആ വീട്ടിലുള്ള മകനും മകളും, മകൾക്ക് അവൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മകൻ 5 വയസ്സ്. അന്നേ അവന്റെ ഭാര്യ ഈ കിഡ്നി പേഷ്യന്റാണ്. ഈ മോഹൻ മരിച്ചതിന് ശേഷം ആ വീടിന്റെ മുഴുവൻ ശുശ്രൂഷയും ചെയ്യുന്നത് ഈ 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. 2 കൊച്ചു കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ് പഠിക്കുന്നതും 5 വയസ്സുള്ളതും 6ാം ക്ലാസ് പഠിക്കുന്നതുമായിട്ടുള്ള 2 കുഞ്ഞുങ്ങളാണ് ആ വീടിന്റെ മുഴുവൻ ശുശ്രൂഷയും ചെയ്യുന്നത്. 5 വർഷം കഴിഞ്ഞപ്പോൾ മോൻ ഇപ്പോൾ 5ാം ക്ലാസ്സിലായി, മകള് 11ാം ക്ലാസ്സിലായി. 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഈ സ്ത്രീ തിരുവല്ലയില് ബെലിവേഴ്സ് ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു. ഈ കൊച്ചൻ 10 വയസ്സുള്ള ഈ കുഞ്ഞിന് ഈ അമ്മയുടെ കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട മമ്മി, ഞാൻ അമ്മയ്ക്ക് ചെയ്ത ശുശ്രൂഷ പോരാഞ്ഞത് കൊണ്ടാണോ എന്റെ അമ്മ കണ്ണടച്ചത്? അങ്ങനെയെങ്കിൽ അമ്മ കണ്ണു തുറന്നിട്ട് എന്നോട് പറ, എന്റെ അമ്മയ്ക്ക് ഞാൻ ഇനി എന്താണ് ഇതിൽ കൂടുതൽ ചെയ്തു തരേണ്ടതെന്ന് ഞാൻ ചെയ്തു തരാം എന്ന് ഈ 10 വയസ്സുള്ള കുട്ടി പറഞ്ഞു. നമ്മുടെ ഏതെങ്കിലും വീട്ടിലെ, എന്റെ വീട്ടിലെ ഉൾപ്പെടെ 20 വയസ്സുള്ള ഏതെങ്കിലും കുട്ടിക്ക് ഇങ്ങനെ ഒരാൾ ധൈര്യം വരുമോ? അതുകൊണ്ട് ജീവിതയാത്രയിൽ മനസ്സിലാക്കേണ്ടത്, ഈ ജീവിതയാത്രയിൽ നമുക്ക് ദൈവത്തെ ശുശ്രൂഷിപ്പാൻ, ദൈവത്തിന് വൻ കാര്യങ്ങൾ പ്രതീക്ഷയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ, ദൈവത്തിന് സമീപസ്ഥമാകുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. സഹോദരന്മാരൊക്കെ ആ സാമീപ്യം ദൈവത്തിന് നൽകിയതുകൊണ്ടാണ് അവർക്ക് സഹോദരന്മാരായി മാറാനായിട്ട് കഴിഞ്ഞത്. 2 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിച്ചു പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ. ഒന്ന്, ജീവിതത്തിന് ശക്തീകരണം. ധനമല്ല, ആരോഗ്യമല്ല, വിദ്യാഭ്യാസമല്ല, പകലവന്റെ തറവാടിപ്പെട്ടതാണെന്ന് പറയുന്നതുമല്ല. അതിനപ്പുറം ജീവിതത്തിന്റെ യഥാർത്ഥ ശാക്തീകരണം, ജീവിതത്തിന് വീഴാമാകുന്ന സാഹചര്യങ്ങളിൽ ദൈവകൃപയെ തിരിച്ചറിഞ്ഞ് അതിൽ ശക്തി ആർജിച്ച് കയറുന്നതാണ്. അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. 2ാമത്തെ കാര്യം, ഈ ലോകത്തിൽ എന്റെ പിതാവിനെ അയച്ചപ്പോൾ ഞാൻ നിങ്ങളെ അയക്കുന്നു പറഞ്ഞപ്പോ ക്രിസ്തുവിന് വേണ്ടി ചില കാര്യങ്ങൾ നിർവഹിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പോരാ എന്ന് ബോധ്യപ്പെട്ട് സഹതാഴ് ചേർന്ന് നിൽപ്പാണ് ഉത്തരവാദിത്വമാണ് നമ്മുടെ കരങ്ങളിൽ പ്രമേൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഇടയാകട്ടെ. ഈ വർഷത്തെ പെരുന്നാള് അനുഗ്രഹകരമായി തീരട്ടെ. ഒപ്പം ഈ ഇടവക ജീവിതം ഈ ദേശത്തിന് മുഴുവനായി സഭയുടെ പൂർണ്ണ അനുഭവമായി ഈ ദേശത്തിന് അനുഭവപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ ആത്മീയ ജീവിതം ക്രിസ്തു എന്ന തലയോളം വളരുവാനായിട്ട് ഇടയാകട്ടെ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിയുമായ കർത്താവിന്റെ സ്തുതി. തന്റെ ദാസരുടെ ഓർമ്മകൾ ഉയർത്തിക്കൊടുത്തതായി സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രശക്തികൾ ഞട്ടവസിക്കുമ്പോൾ മരണം കേട്ടുപോവുകയും പാതാളം നശിച്ചുപോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചുചേർന്നു പോയ സർവശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെ എന്ന നിലയിൽ സൃഷ്ടിശക്തികളെ ശക്തീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളതിനെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനവും ഭയങ്കരവുമായ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരണവാനുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നുള്ള പ്രത്യാശയോട് പ്രാർത്ഥിച്ചിരിക്കുന്ന
എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന എന്നിലും ഞാൻ അവരിൽ വസിക്കും. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ഏൽപ്പിക്കുമെന്ന് ജീവനോട് തിരുവായുള്ളതായ ഞങ്ങളിലും ഇവരിലും നിറവേറ്റണമേ. ഞങ്ങളിൽ ഞങ്ങളുടെ വാങ്ങിപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണി നിനക്ക് നിന്റെ പിതാവിനും ശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. എന്റെ ശരീരം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ ചതു ഞാൻ എന്റെ കർത്താവിന്റെ മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവരെ അനുകൂലത്തിന്റെ സൃഷ്ടിപ്പനെ പുത്തനാക്കണമേ. കർത്താവേ ആശ്രയിച്ച് കുരിശ് വരച്ച് അവരെ നോക്കി പാപത്തിൽ വരച്ച് അവരെ പുണ്യമാക്കി.
Amen.
അവിടുന്ന് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. നാം ഈ പെരുന്നാളിൽ സംബന്ധിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. ഈ ദേവാലയത്തിന്റെ കല്ലിട്ട പെരുന്നാൾ അനുഗ്രഹവും വാഴുമായി തീരുമാറാകട്ടെ. പരിശുദ്ധ മോർഗീവരീസ് സഹോദരന്റെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം ദൈവം തമ്പുരാൻ നമ്മുടെ ദേശത്തെയും നാനാജാതി മതസ്ഥരെയും സൗഹൃദപരമായ രീതിയിൽ ലോകത്ത് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ. പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന മൂലം നിങ്ങളുടെ കൈയും വലകുകയും ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും 30, 60, 100 മേനിയായിട്ട് വിളയിപ്പിക്കുമാറാകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അവകാശമാക്കിക്കൊള്ളുവീനെന്ന് വലത്തു ഭാഗത്തുള്ളവരോട് അടിച്ചെയ്യുന്ന ഇമ്പൊരു ശബ്ദം കേൾപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മിൽ നിന്ന് വാങ്ങിപ്പോയത് ആശ്രയാത്മാക്കൾക്കൂടെ ആകട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായി സന്ധ്യാപ്രാർത്ഥനയും ധൂപ്രാർത്ഥനയും ക്ലാസ്സിനെ സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോടെ ആത്മാക്കൾക്ക് പാപപരിഹാരം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവയെ കുറ്റമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉന്നതമായ അവിടുത്തെ സിംഹാസനത്തിൽ മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കണമേ. മാതാവിന്റെയും ഇന്ത്യയുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും മോർ ഗീവറീസ് സഹദായുടെയും മോർ കുറിയാക്കോസ് സഹദായുടെയും മോർ സ്തേഫാനോ സഹദായുടെയും മലങ്കര സഭയുടെ പരിശുദ്ധന്മാരായ പരിമലമാർ ഗ്രിഗോറിയോസിന്റെയും വട്ടശ്ശേരിമാർ ദിബനാസിയോസിന്റെയും ശേഷം സകലശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രത്യേകം പ്രാർത്ഥനയാൽ തന്നെ പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രനമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ രൂപയുടെ സമന്തവും സഹവാസവും നാം ഓരോരുത്തരുടെ മേലും നമ്മുടെ ഭവനത്തിന്മേലും നമ്മുടെ കുഞ്ഞുങ്ങളിന്മേലും ഈ ദേശത്തിന്മേലും നാനാജാതി മത്സരോടുകൂടി ഈ പെരുന്നാളിന് വേണ്ടി അല്പമായോ അധികമായോ പെരുന്നാളിന് വേണ്ടി കൊടുത്ത എല്ലാ നിന്റെ മക്കളുടെ മേലും ഈ പെരുന്നാൾ ഏറ്റുകഴിച്ചവരുടെ മേലും ദൂരസ്ഥരുടെ മേലും സമീപസ്ഥരുടെ മേലും രോഗികളുടെ മേലും വാങ്ങിപ്പോരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഇന്ന് വന്നേ ഉണ്ടായിരിക്കുമാറാകട്ടെ.